ഇനിയുള്ള 2 മാസം എന്നാ ചെയ്യും? പപ്പ, ഇത്തവണ ഞങ്ങൾ വെക്കേഷൻ എങ്ങോട്ടാ പോകണ്ടേ? പപ്പ തന്നെ പറ. എത്രമാത്രം ദൂരേക്ക് പോകാവോ അത്രയും അകലേക്ക് പൊയ്ക്കോ. എടി, നിന്റെ അനിയത്തിയുടെ വീട്ടിൽ പൊയ്ക്കോളാം പിള്ളേരോട് പറ. അവിടെ കെട്ടിയോ പാപ്പച്ചനാണെ ഒരു ജിംനാസ്റ്റിക് ആണല്ലോ. പിള്ളേരൊന്ന് ഒതുങ്ങിക്കോളും. ഇനി അവരുടെ വിരോധം കൂടി കിട്ടണമല്ലോ കർത്താവേ. അല്ല, ഇതാര്? ബോവനും മൊളിയുമോ? പപ്പായും അമ്മച്ചിയൊന്നും വന്നില്ലയോടാ? പിന്നെന്താ പതിവില്ലാതെ രണ്ടുപേരും കൂടി ഇറങ്ങി തിരിച്ചത്? അങ്കിളിനെ ആന്റിയെ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ, ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതിയാ. നല്ല കുട്ടികൾ, അവർക്കെങ്കിലും അത് തോന്നിയല്ലോ. വാ മക്കളെ, വല്ലതും കഴിച്ചിട്ടിരിക്കാം. എടിയേ, ഞാനൊന്ന് മാങ്ങാൻ പോവാ. ഒരാഴ്ച നൈറ്റ് ഡ്യൂട്ടി അല്ലായിരുന്നു. ഇടയ്ക്കൊന്നും എന്നെ ശല്യപ്പെടുത്തേക്കരുത്. നോക്കടി സ്റ്റീരിയോ. കുട്ടികൾ ഇങ്ങനെയൊന്നും ഇരുന്നാ പറ്റിയല്ല. ശരീരത്തിന് വ്യായാമം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടായോ? പോയി കളിക്ക്. എന്നാ കളിക്കാനാ? ഐഡിയ, ഈ ഇരുമുണ്ട എടുത്ത് നമുക്ക് ഷോട്ട് പുട്ട് എറിഞ്ഞ് കളിക്കാം. അയ്യോ, എന്നതാ അവിടെ പൊട്ടിയത്? കർത്താവേ, ലോൺ എടുത്ത് ചെയ്യിച്ച മൊസൈക്ക. ഒന്ന് കണ്ടു കൊതി തീർന്നില്ല. അല്ലേലും ഇപ്പോഴത്തെ മൊസൈക്കിനൊന്നും ഒരു ഗുണനിലവാരവും ഇല്ലാത്തതാ. പുറത്ത് മഴയാ, നിങ്ങള് തട്ടുംപുറത്ത് പോയി കളിച്ചു. അത് നോക്ക, വ്യായാമത്തിന് നല്ലതാ. നമുക്ക് അതെടുത്ത് പൊക്കാം. ഹോ, ശല്യം ഒഴിഞ്ഞു. ഇനിയൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാം. ഇനി ഇതേ കുറച്ച് വെയിറ്റ് കൂടെ വെച്ച് പൊക്കാം. അയ്യോ, ഒരു എലി എന്റെ കാലിന്റെ അടിയില്. അയ്യോ, എലി എന്റെ ദേഹത്ത് കയറി. ഇനി മക്കള് ഞങ്ങളെ കാണാൻ കൊതിയാകുവാണെങ്കിൽ ചാടിക്കേറി വരികയൊന്നും വേണ്ട കേട്ടോ. ഈ ആൽബം വെച്ചു, ഇത് ഞങ്ങളുടെയൊക്കെ പടമുണ്ട്.